പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് എമിറേറ്റ്സ് ടവറിൻ്റെ ചുവടെയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എമിറേറ്റ്സ് ടവറിനെ കുറിച്ചാണ്. ആധികാരികമായിട്ടൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കാണുന്നതാണ് ദുബായ് എമിറേറ്റ്സ് ടവർ. ഒരുപക്ഷേ ഈ ടവർ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് എന്നുള്ളത്. എമിറേറ്റ്സ് ടവർ സ്ഥിതി ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ദുബായ് ഫീച്ചർ മ്യൂസിയം അതിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് തൊട്ട് പുറകിലായിട്ടാണ് ഈ എമിറേറ്റ്സ് ടവർ വരുന്നത്. പണ്ട് എൻ്റെ കൊച്ചുനാളിലൊക്കെ ദുബായിയെക്കുറിച്ചൊരു സങ്കല്പമുണ്ടായിരുന്നു. ദുബായിയെക്കുറിച്ച് സങ്കല്പം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് കലണ്ടർ എടുത്ത് നോക്കിയാലും, ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും, ആൽബം എടുത്ത് നോക്കിയാലും, ഗൾഫിൽ നിൽക്കുന്നവരുടെ മൊബൈലിൽ നോക്കിയാലും കാണുന്ന ഒരു ഫോട്ടോയാണ്. ഓർമ്മ വരുന്നുണ്ടോ? കണ്ടല്ലോ, ഇതാണ് എമിറേറ്റ്സ് ടവർ. പണ്ട് കാലത്ത് നമ്മൾ കണ്ട് വളർന്ന ദുബായ്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിനേക്കാളൊക്കെ വലിയ ബിൽഡിങ് ഉപയോഗിപ്പൊക്കെ വന്നപ്പോൾ ഇതൊന്നും ഒരു കലണ്ടറിലെ ഫോട്ടോയൊന്നും കാണാനില്ലാത്ത എന്താ വൃത്തിയും നോക്കിയേ. ദുബായ് റോഡുകളും വഴികളും പകലും ഒക്കെ. ഇത് ഞാൻ റോഡിന് പുറത്തുള്ള ഫുട്പാത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. റോഡിലേക്ക് ആരും ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഫുള്ള് ഗ്രില്ല് വെച്ച് അടച്ചേക്കുക. ഓക്കെ, ഇതാണ് ദുബായ് എമിറേറ്റ്സ് ടവർ. എൻ്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. എന്ത് രസമാണെന്ന് നോക്കിയാൽ അതിന് ചുറ്റുമാണ് എന്താ രസമല്ലേ. ഓരോ ബിൽഡിങ്ങുകളുടെയും സ്ട്രക്ചറൊക്കെ എന്ത് രസമാണെന്നാണ് ഇതൊക്കെ ചെയ്യുന്ന ആർക്കിടെക്ട്മാരെയൊക്കെ സമ്മതിക്കും കേട്ടോ. ഓരോ ബിൽഡിങ്ങിനും അതിൻ്റേതായ രൂപകൽപ്പന ചെയ്ത് അതിൻ്റേതായ ഡിസൈൻ കൊടുത്ത് നോക്കി. ഇത് ഞങ്ങൾ ഉൾപ്പെടുത്തിയതല്ല കേട്ടോ, ഇവിടെ ഉള്ളതായതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇന്ന് എമിറേറ്റ്സ് ടവറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആധികാരികമായിട്ട് അറിയത്തില്ല. പണ്ടൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ കാണുന്ന കലണ്ടറിലും എല്ലാത്തിലും കാണുന്ന ഒരു ഫോട്ടോ ഇതാണ്. അങ്ങനെ ഞാൻ എമിറേറ്റ്സ് ടവറിൻ്റെ അവിടെ നിന്നും പുറത്തിറങ്ങി മെട്രോ സ്റ്റേഷനിലേക്ക് അതിനകത്ത് കൂടി തന്നെ ഉള്ള വഴിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ റോഡ് മാർഗം നമ്മളെങ്ങും പോകേണ്ട കാര്യമില്ല. മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ മെട്രോ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളിലും എല്ലാ ഓഫീസുകളിലും കയറാൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു എൻട്രി ഉണ്ട് കേട്ടോ. മെട്രോ നമ്മൾ വഴിയിൽ നിന്ന് കണ്ടാലും നമുക്ക് നടന്നു പോകുന്ന വഴിയിൽ കൂടി കാണാൻ കഴിയും. മറ്റേ ചുവടെ നിന്നാൽ നമുക്ക് ഈ വ്യൂ കിട്ടും. മെട്രോ സ്റ്റേഷനിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ച് വരും. ഇതിനകത്ത് കൂടി ഇങ്ങനെ മെട്രോ സ്റ്റേഷനിൽ കയറാൻ വേണ്ടി കേട്ടോ. ഞാൻ സ്റ്റേഷൻ്റെ അവിടെ ചെന്നിട്ട് ശരിയാക്കാം. അത് കാണുന്നതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ. അതാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനിൽ നിന്നൊരു മെട്രോ വരുന്നത് കേട്ടോ. അതാണ് ദുബായ് മെട്രോ. അങ്ങനെ കഴിച്ച് മെട്രോയും കാണിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞു. ഇവിടെ നിന്ന് ഈ വീഡിയോയിൽ തന്നെ മെട്രോ കാണിച്ചു തരാൻ കഴിഞ്ഞു. മെട്രോ സ്റ്റേഷനിൽ കുറച്ചുകൂടി ഫുള്ളായിട്ടുള്ളത് ഇത് കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനകത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആശുപത്രി പഠിപ്പിക്കുന്നു. അടുത്തേക്ക് കയറുന്നു. അടുത്തേക്ക് പോകേണ്ട പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡാണ് കേട്ടോ. ഞാനങ്ങനെ എക്സ്കലേറ്റർ വഴി പോയിലേക്ക് കയറുന്നു.
ഇതാണ് മെട്രോ സ്റ്റേഷനാകും കേട്ടോ. അതാ അടുത്തൊരു ട്രെയിൻ വന്നതാണ്. ഇതാ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ഡോർ ഓപ്പണായി. ഞാനിതകത്തേക്ക് കയറുന്നു. هي سنتر بوينت. المحطة القادمة هي المركز التجاري. This train is Center Point. The next station is World Trade Center.